ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ അനാമിക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ വ്ളോഗ് എന്ന് പറയുന്നത് ചിനക്കത്തൂർ പൂരത്തിന് പോയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു 5 മണിയൊക്കെ ആയപ്പോഴത്തേനും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ തിരക്കൊക്കെ നല്ല കമ്മിയായിരുന്നു കേട്ടോ. അതായത് തിരക്ക് വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നാലും ഒത്തിരിയധികം സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മാല, കമ്മൽ, അതുപോലെ തന്നെ ഹെയറിലിടുന്ന ഹെയർ ടൈസ് കാര്യങ്ങൾ, അങ്ങനെ ഇഷ്ടംപോലെ സ്റ്റോൾസ് ഉണ്ടായിരുന്നു. എപ്പോൾ പോയാലും നമുക്ക് അമ്പലത്തിൽ എന്തെങ്കിലും ഈ പൂരം പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് എല്ലാം ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരുന്നൊരു സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ ഇത്തവണ ആ ഒരു ഏരിയയിലേക്ക് അങ്ങനെ പോയില്ല. പക്ഷേ അതിന് പകരം ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യലായിരുന്നു ഇത്തവണത്തെ പരിപാടി കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ തിരക്കൊക്കെ നല്ല കൂടിയതാ, അടിപൊളിയായിട്ടുള്ള പരിപാടിയൊക്കെ കണ്ടു. ആദ്യം ആ ഒരു കടലേൻ്റെ ആ ഒരു മസാല പോലത്തെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളിത് ഇപ്പോൾ കുറച്ച് കാലം മുന്നേ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു ഇറാനി ചായയും ബൺമസ്കയും ട്രൈ ചെയ്തു. ഇതാണ് ഗൈസ് എൻ്റെ മമ്മി ആൻഡ് മമ്മീൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ആൻഡ് ആൻറ്റീൻ്റെ മോളാണ് അവന്തിക. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് ബൺമസ്ക കഴിച്ചോളൂ കേട്ടോ. അവർ ഇറാനി ചായയാണ് കുടിച്ചത്. അതിൻ്റെ ഇടയിൽ കണ്ടോ ലൈവായിട്ട് സ്കെച്ച് ചെയ്യുന്നത് ഉണ്ടായിരുന്നു അവിടെ പൂരം സ്പെഷ്യലായിട്ട്. ആൻഡ് ഒത്തിരി റൈഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് ഒരു റൈഡിനകത്ത് ഞാനും അവന്തികയും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. കയറിയ റൈഡിൻ്റെ കാര്യമൊന്നും പറയണ്ട. ദേ ഇതായിരുന്നു ആ സാധനം. ആദ്യമൊക്കെ നല്ല സ്ലോ ആയിരുന്നു, പിന്നെ അതിൻ്റെ മട്ടുമാതിരിയൊക്കെ മാറി തുടങ്ങി. പക്ഷേ എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നൈറ്റ് ആയപ്പോഴത്തേനുണ്ടല്ലോ ഭയങ്കരമായിട്ട് ആ ഒരു പന്തലിലൊക്കെ നല്ല ലൈറ്റൊക്കെ ഇട്ടപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. അതിന് ശേഷം എന്താ ഞങ്ങൾ ഈ ഒരു കോണം കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിത്ത് ബട്ടർ സോൾട്ടാണ് കഴിച്ചത്. ആൻഡ് ഇതാ കണ്ടില്ലേ, അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലെ വിഷ്വൽസ് ആയിരുന്നു കേട്ടോ. ആൻഡ് നൈറ്റ് ആയപ്പോഴത്തേനും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ജൈൻറ്റ് വീലാണെങ്കിലും എല്ലാ സാധനങ്ങളും ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തിയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ കണ്ടില്ലേ പിന്നിൽ ആ ഒരു ജൈൻറ്റ് വീൽ കാര്യങ്ങളൊക്കെ. ഇതാ കണ്ടില്ലേ, റൈഡൊക്കെ അടിപൊളിയായിരുന്നു എന്നാണ് അവന്തിക ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അടിപൊളിയായിട്ട് നമ്മുടെ ആ ഒരു ദിവസം അവസാനിച്ചു. ആൻഡ് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് നമ്മൾ തിരുവല്ലാമല എത്തിയിട്ട് ഒരു ഷോപ്പിൽ കയറി നമ്മളൊരു ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം തിരിച്ചു പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.